നമസ്കാരം. സ്വന്തം നാട് വിട്ട് മറ്റൊരു രാജ്യത്തേക്ക് ചേക്കേറുക എന്നാൽ ആ ജീവിതം എല്ലാവർക്കും വിചാരിക്കുന്നത് പോലെ അത്ര എളുപ്പമാവണമെന്നില്ല. അങ്ങനെ മറ്റു രാജ്യങ്ങളിലേക്ക് കുടിയേറി പാർത്തവരെ എല്ലാവരെയും ഒരുപോലെ ആവില്ല ആ നാട് സ്വീകരിക്കുക. എങ്കിലും ഏതു വിധേനയും വിദേശ രാജ്യങ്ങളിലേക്ക് കുടിയേറിയാൽ അവിടെ എങ്ങനെയെങ്കിലും പിടിച്ചു നിന്ന് ജീവിതം ഒരു കരക്കടുപ്പിക്കുന്നവരാണ് നമ്മൾ മലയാളികൾ. ജേക്കബിൻ്റെ സ്വർഗരാജ്യം എന്ന മലയാള ചിത്രത്തിൽ സായികുമാറിൻ്റെ കഥാപാത്രം പറയുന്നത് പോലെ ലോകത്തിൻ്റെ ഏത് കോണിൽ ചെന്നാലും ഒരു മലയാളി ഉണ്ടാകും എന്ന് പറയുന്നത് വെറുതെയല്ല. ഏതവസ്ഥയിൽ ചെന്നപ്പെട്ടാലും കഷ്ടപ്പെട്ട് അവിടെ തൻ്റേതായ ഒരു ചുറ്റുപാട് രൂപപ്പെടുത്തിയെടുക്കുന്നവരാണ് ഓരോ മലയാളികളും. ഇപ്പോഴിതാ അത്തരമൊരു വാർത്ത ഞാൻ പ്രേക്ഷകരോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. നേഴ്സായി ഓസ്ട്രേലിയയിൽ ജോലിക്കെത്തുകയും തൻ്റെ കഠിന പരിശ്രമത്തിലൂടെ മന്ത്രി പദവിയിലെത്തുകയും ആ പദവി നേടിയെടുക്കുകയും ചെയ്തിരിക്കുകയാണ് മലയാളിയായ ജിൻസൺ ആൻഡോ ചാൾസ്. ഓസ്ട്രേലിയയിലെ മലയാളി നേഴ്സ് സമൂഹത്തിന് ആഹ്ലാദവും അഭിമാനവുമായി മാറിയിരിക്കുകയാണ് ജിൻസൺ ആൻഡോ ചാൾസിൻ്റെ മന്ത്രി പദവി. നേഴ്സായി ജോലിക്കെത്തിയ ജിൻസൺ കഠിന പരിശ്രമത്തിലൂടെയാണ് ഉയർന്ന പദവികളിലേക്ക് എത്തിയത്. ന്യൂ സൗത്ത് വെയിൽസ് വാഗ ബേസ് ഹോസ്പിറ്റലിൻ്റെ നേഴ്സായാണ് ജിൻസന്റെ പ്രവാസ ജീവിതത്തിൻ്റെ തുടക്കം. പിന്നീട് നോർത്തേൺ ടെറിട്ടറിയിൽ ഡാർവിനിലെ ആശുപത്രിയിൽ ഉയർന്ന പദവിയിൽ ജോലി ലഭിച്ചു. മാനസികാരോഗ്യത്തിൽ ഉന്നത ബിരുദം നേടിയ ശേഷം അതേ വിഭാഗത്തിൻ്റെ ഡയറക്ടർ പദവിയിലെത്തി. ഇതിനിടെ MBA ബിരുദവും നേടി. നോർത്തേൺ ടെറിട്ടറിയിലെ 25 അംഗ പാർലമെൻറ്റിൽ 17 സീറ്റ് നേടി ലേബർ പാർട്ടിയെ പരാജയപ്പെടുത്തിയാണ് ജിൻസൺ ഉൾപ്പെടുന്ന കൺട്രി ലിബറൽ പാർട്ടി അധികാരത്തിലെത്തിയത്. തുടർച്ചയായി 2 വട്ടം മന്ത്രിയായിരുന്ന കെയ്റ്റ് വോർഡനെയാണ് പുതുമുഖമായ ജിൻസൺ തോൽപ്പിച്ചത്. 9 അംഗ മന്ത്രിസഭയിലെ ഏക വിദേശ വംശജനും ജിൻസനാണ്. അങ്കമാലി ലിറ്റിൽ ഫ്ലവർ നഴ്സിംഗ് കോളേജിൽ പഠിക്കുമ്പോൾ KSU യൂണിറ്റ് പ്രസിഡന്റായിരുന്ന ജിൻസൺ നടൻ മമ്മൂട്ടി നേതൃത്വം നൽകുന്ന കെയർ ആൻഡ് ഷെയർ ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ നടപ്പാക്കുന്ന ഫാമിലി കണക്ട് പദ്ധതിയുടെ ഓസ്ട്രേലിയയിലെ നാഷണൽ കോർഡിനേറ്ററായും പ്രവർത്തിക്കുന്നുണ്ട്.